ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ AFCAT ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1 മെൻ്റൽ എബിലിറ്റി എന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. AFCATന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ മാൻ ട്രാവൽഡ് ഫ്രം എ പോയിന്റ് എ ടു ബി അറ്റ് ദ റേറ്റ് ഓഫ് 25 km/h ആൻഡ് വാക്ക്ഡ് ബാക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 4 km/h ഇഫ് ദ വോൾ ജേർണി ടുക്ക് 5 hours 48 minutes. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ എയിൽ നിന്നും ബിയിലോട്ട് ട്രാവൽ ചെയ്യാണ്. സോ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്നത് 25 km/h ട്രാവൽ ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ 4 km/h ട്രാവൽ ചെയ്യുന്നത്. സോ ഈ ഒരു വോൾ ജേണിക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം 5 മണിക്കൂറും 48 മിനിറ്റുമാണ്. അങ്ങനെയെങ്കിൽ എയുടെയും എ ടു ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്: 30 km, 24 km, 20 km, 51.6 km. സോ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ് നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ നമുക്കിവിടെ സ്പീഡ് നമുക്ക് കിട്ടണം. അതായത് ഇവിടെ ഒരേ ഡിസ്റ്റൻസാണ്, അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും ഒരേ ഡിസ്റ്റൻസിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സ്പീഡ് നമുക്ക് എന്താണ് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം: 2 × S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. സോ 2 × S1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്പീഡ് 25 ഇൻറ്റു S2 എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2, അതായത് 25 പ്ലസ് 4 എന്ന് പറയുന്നത് 29 ആണ്. സോ ഇതങ്ങനെ വരും. ഇവിടെ 25 ഇൻറ്റു 2 എന്ന് പറയുന്നത് 50, 50 ഇൻറ്റു 4 200, 200/29. ഇതിങ്ങനെ തന്നെ അവിടെ വെക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടി. സോ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൈമാണ്. സോ ഈ ഒരു വോൾ ജേണിക്ക് എടുത്തിട്ടുള്ള ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അത് 5 hours 48 minutes ആണ്. സോ ഇതെന്താണ് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുക. അതായത് 5 മണിക്കൂർ എന്നതിനെ നമുക്ക് 300 മിനിറ്റ് ആക്കാം. അത് 5 300. സോ 60 × 5 300, ദെൻ 48. അങ്ങനെ 348 ഡിവൈഡഡ് ബൈ 60 ആണ്, 60 hours ആണ്. സോ ഇത് ടോട്ടൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ്. സോ നമുക്ക് ഡിസ്റ്റൻസ് കാണേണ്ടത്, നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ നമുക്ക് എന്താണ് ഇതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യണം. അതായത് ഈ 348/6 അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെടുക്കുന്ന സമയമാണ്. സോ നമുക്ക് ഒരു ഭാഗത്തോട്ട് പോകാനെടുക്കുന്ന സമയം എടുത്താൽ മതി. സോ നമുക്ക് ഇനി ഡിസ്റ്റൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് 200 ഡിവൈഡഡ് ബൈ 29 ഇൻറ്റു 348 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 2. സോ 29 348 നോക്കാം. അതായത് 29 ഇൻറ്റു 12 ആണ് 348. സോ ഇവിടെ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടുത്തെ 0യും കട്ട് ചെയ്യാം. ദെൻ 6 × 2 12 ആണ്, 12ഉം മുകളിൽ 12ഉം കട്ട് ചെയ്തു. സോ ഡിസ്റ്റൻസ് എത്രയാണ്? 20 km. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, 20 km. അടുത്ത ചോദ്യം, എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ക്ലിയർ എ പ്ലാറ്റ്ഫോം 20 meter ലോങ് ഇൻ 10 seconds ആൻഡ് പാസസ് എ ടെലഗ്രാഫ് പോസ്റ്റ് ഇൻ 5 seconds. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിന് ഒരു 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡും ഒരു ടെലഗ്രാഫ് പോസ്റ്റിനെ കവർ ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം 5 സെക്കൻഡുമാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പറഞ്ഞിട്ട് യൂണിഫോം സ്പീഡാണെന്നുള്ളത്. സോ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: 36 km/h, 39 km/h, 72 km/h, ദെൻ 144 km/h. സോ നമുക്ക് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിനാണ്. നമുക്ക് ട്രെയിനിൻ്റെ
സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത്ത് ഇവിടെ തന്നിട്ടില്ല. സോ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ട്രെയിനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. സോ ഇവിടെ പറഞ്ഞ രണ്ട് കേസിൽ സ്പീഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ പറഞ്ഞത് ട്രെയിൻ ട്രാവലിംഗ് യൂണിഫോം സ്പീഡ് ക്ലിയർ എ പ്ലാറ്റ്ഫോം 20 മീറ്റർ ലോങ് ഇൻ 10 സെക്കൻഡ്. അതായത് 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്ത് പോകാൻ എടുക്കുന്നത് 10 സെക്കൻഡ് കൊണ്ടാണ്. അതായത് എക്സ് പ്ലസ് 200 ഡിവൈഡഡ് ബൈ 10. അതായത് എക്സ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്താണ്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്ത് പോയി ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴാണ് അവിടുത്തെ സ്പീഡ് നമുക്ക് കിട്ടുക. ദെൻ ഇനി ഒരു ആളെയാണ് കവർ ചെയ്ത് പോകുന്നത്. സോ എക്സ് ഡിവൈഡഡ് ബൈ 5. രണ്ട് കേസിലും സ്പീഡ് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് ഇക്വേറ്റ് ചെയ്തത്. സോ കട്ട് ചെയ്യാം. 5 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 ആണ്. സോ 2 അങ്ങോട്ട് കൊണ്ടുപോകുക. അതായത് എക്സ് പ്ലസ് 100 ഈക്വൽ ടു 2x. ദെൻ ഈ ഒരു എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 100 ഈക്വൽ ടു 200 ഈക്വൽ ടു എക്സ്. അതായത് 2x മൈനസ് എക്സ് വരും. സോ എക്സ് വരും. അത് ട്രെയിനിൽ ലെങ്ത്ത് നമുക്ക് കിട്ടി 200 മീറ്റർ ആണ്. 200 മീറ്റർ ഇതിൻ്റെ ട്രെയിനിൻ്റെ ലെങ്ത്താണ്. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. സോ സ്പീഡ് കൊടുക്കാം. സ്പീഡ് 200 ഡിവൈഡഡ് ബൈ, സോ ഒരു മാനിനെ കവർ ചെയ്ത് പോകുന്ന ടൈം അത് തന്നെയാണ്. അത് ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ടൈം. സോ 200/5 അത് 40 ദെൻ മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്കിത് കിട്ടുന്നത്. സോ ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കിലോമീറ്റർ പെർ ഹവർ ആണ്. എന്ത് ചെയ്യണം, ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 8 ഇൻറ്റു 18 എന്ന് പറയുന്നത് 144 144 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതിൻ്റെ ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് 20% ഡ്യൂ ടു ദ ഫെസ്റ്റീവ് സീസൺ. ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് എ ഫാമിലി റെഡ്യൂസ് ദ കൺസപ്ഷൻ ഓഫ് ഷുഗർ സോ ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഷുഗറിൻ്റെ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ കൺസപ്ഷനിൽ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 20%, 18 1/2%, 16 2/3%, ദെൻ 16 1/3%. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ചെയ്യുക, എക്സ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജിൻ്റെ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. 20% കൂടിയിട്ടാണുള്ളത്. സോ അതുകൊണ്ടാണ് അവിടെ പ്ലസ് സൈൻ വന്നിട്ടുള്ളത്. സോ 20 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. സോ 0 കട്ട് ചെയ്തു. ദെൻ 2 ഡിവൈഡഡ് ബൈ 12, അതായത് 1/6. സോ 100 ഡിവൈഡഡ് ബൈ 6. സോ ഇവിടെ 96-ൽ 16 പ്രാവശ്യം 6 പോകും. ദെൻ ഇവിടെ ശിഷ്ടം ഉണ്ടാവുക 4 ആണ്. സോ 4/6. അതിനെങ്ങനെ ആക്കി മാറ്റിയതാം, 16 ഇൻറ്റു 2/3. ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്യുന്നത്, കുറയ്ക്കേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 16 2/3% ആണ് ഇവിടെ കൺസെപ്ഷനിൽ കുറയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, എ സാലറി ഈസ് 20% ലോവർ ദാൻ ബി സാലറി വിച്ച് ഈസ് 15% ലോവർ ദാൻ സി സാലറി. ബൈ ഹൗ മച്ച് പെർസെൻറ്റ് ഈസ് സി സാലറി മോർ ദാൻ എ സാലറി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയുടെ സാലറി ബിയേക്കാൾ 20% കുറവാണ്. സോ ബിയുടെ സാലറി സിയേക്കാൾ 15% കുറവാണ്. അങ്ങനെയെങ്കിൽ എയുടെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് സിയുടെ സാലറി കൂടുതലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ സിയുടെ സാലറി 100 ആക്കിയിട്ട് നമുക്ക് പരിഗണിക്കാം. ദെൻ ഇനി ബിയുടെ സാലറി എത്രയാണ് പറഞ്ഞത്, സിയുടെ സാലറിയേക്കാൾ 15% കുറവാണ്, അതായത് 85 ആണ്. ഇനി സിയുടെ സാലറി എന്നത് ബിയുടെ സാലറിയേക്കാൾ 20% കുറവാണെന്നാണ് പറയുന്നത്. സോ അതായത് 85-ൻ്റെ 80%, 85-ൻ്റെ 10% എന്ന് പറയുന്നത് 8.5 സോ 8.5 നമുക്ക് കിട്ടും 17 സോ എത്ര കിട്ടും, 68 പിന്നെ സിയുടെ സാലറി വരുന്നത്. സോ നമ്മളോട് ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് എയുടെ സാലറി സിയുടെ സാലറിയേക്കാൾ
സിയുടെ സാലറി എയുടെ സാലറിയേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്. സോ ഇവിടുന്ന് മൈനസ് ചെയ്യാം. 100 മൈനസ് 68 എന്ന് പറയുന്നത് 32 ആണ്. 32 ഡിവൈഡഡ് ബൈ 68 ഇൻറ്റു 100. സോ നമുക്കിന്നെ 4 കൊണ്ട് കട്ട് ചെയ്യാം. സോ ഇവിടെ 8 പ്രാവശ്യം 4 ഉണ്ട്. ദെൻ 68ൽ 17 പ്രാവശ്യം 4 ഉണ്ട്. സോ ഇൻറ്റു 100, അതായത് 800 ഹരിക്കണം 17. സോ 800 ഹരിക്കണം 17, സോ ഡിവൈഡ് ചെയ്യാം. 800 17. സോ 4 ഇൻറ്റു 17 എന്ന് പറയുന്നത് നമുക്കറിയാം 34ഉം 68 ആണ്. ദെൻ 68, അതായത് 80/68 എന്ന് പറയുന്നത് 12 ആണ്. 120. സോ ഇനി 7 കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് 120ൽ 7 17 ഉണ്ട്. സോ 119 വരും. 1. സോ പോയിൻ്റ് കൊടുക്കുക 0. അത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 0.5, അതായത് 47.05% ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 47.05%. അടുത്ത ചോദ്യം, ദ ആവറേജ് വെയ്റ്റ് ഓഫ് 5 men ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 kilogram when one of the man whose weight is 60 kilogram is replaced by a new man. The weight of the new man is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 5 ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ നമ്പർ ആയിരുന്നു. സോ അതിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയിട്ട് പുതിയൊരാൾ വന്നപ്പം അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. സോ ആദ്യം 5 പേരുടെ ആവറേജ് എക്സ് ആയിരുന്നു. സോ 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ പോയിട്ട് പുതിയൊരാൾ റീപ്ലേസ് ചെയ്തപ്പം അവരുടെ ആവറേജിൽ ഒരു 2 കിലോഗ്രാമിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുതിയ വന്ന ആളുടെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യത്തേക്കാൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 2 കിലോഗ്രാം കൂടിയിട്ടുണ്ട്. സോ ഓരോ 5 ആൾക്കാർക്കും പിന്നെ 2 കിലോഗ്രാം വെച്ച് കൂടിയത് കൊണ്ടാണ്, അതായത് ആവറേജിൽ ഇൻക്രീസ് ചെയ്തു 2 കിലോഗ്രാം വെച്ചിട്ട്. സോ വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60+, അതായത് ആദ്യം പോയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോഗ്രാമാണ്. ദെൻ ഇനി 5 × 2, അതായത് 10, 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളാണ് ഇങ്ങോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. സോ 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആൾ വന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെ ആവറേജിലും, അതായത് ഈ ഒരു 5%ൻ്റെ ആവറേജിൽ +2 ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, A and B can do a piece of work in 18 days. B and C can do it in 24 days. A and C can do it in 36 days. In how many days B alone finish the work? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയും ബിയും ഒരു വർക്ക് 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതേ വർക്ക് ബിയും സിയും കൂടെ 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സെയിം വർക്ക് എയും സിയും കൂടെ 36 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എത്ര ദിവസം കൊണ്ടാണ് ബി ഒറ്റയ്ക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഇവിടെ ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കാണണം. സോ A+B ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 18 ദിവസം കൊണ്ടാണ്. ദെൻ B+C, ബിയും സിയും കൂടി ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 24 ഡേയ്സ് കൊണ്ടാണ്. ദെൻ സിയും എയും കൂടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ദെൻ 36 ഡേയ്സ് കൊണ്ടാണ്. സോ ഇതിൻ്റെ LCM എടുക്കാം, അതായത് 36ൻ്റെയും 24ൻ്റെയും 18ൻ്റെയും LCM എന്ന് പറയുന്നത് 72 ആണ്. സോ 72 യൂണിറ്റ് വർക്കാണ് ഇവിടെ ഉള്ളത്. സോ ഇനി ഇവരുടെ എഫിഷ്യൻസി കാണാം. C+Aയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്, അതായത് 2 × 36 72 എന്നും. ദെൻ ഇനി B+Cയുടെ എഫിഷ്യൻസി 3 ആണ്, 3 × 24 72. ദെൻ A+Bയുടെ എഫിഷ്യൻസി 4 ആണ്, 4 × 18 72. സോ ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ബി ഒറ്റയ്ക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ബിയുടെ എഫിഷ്യൻസി ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഇവരുടെ എല്ലാവരുടെ എഫിഷ്യൻസി, അതായത് 2 ഓഫ് A+B+Cയുടെ എഫിഷ്യൻസിയാണ് ഈ ടോട്ടൽ, അതായത് 4 3 7 2 9. സോ A+B+Cയുടെ എഫിഷ്യൻസി എത്രയാണ്? 9/2 ആണ്. ഓക്കെ,
ദെൻ ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ബി എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്, എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ബിയുടെ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. സോ എ പ്ലസ് സിയുടെ എഫിഷ്യൻസി നമുക്കറിയാമല്ലേ, എ പ്ലസ് സി അവരുടെ എഫിഷ്യൻസി എത്രയാണ്, 2 ആണ്. സോ ബി പ്ലസ് 2 ഈക്വൽ ടു 9/2. സോ ബിയുടെ എഫിഷ്യൻസി ഈക്വൽ ടു 9/2 മൈനസ് 2. സോ അതായത് 9 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 5/2 ആണ് ബിയുടെ എഫിഷ്യൻസി. ഇനി ഇവിടെ ടോട്ടൽ വർക്ക് ഉള്ളത് 72. ബി എത്ര ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 72 ഡിവൈഡഡ് ബൈ 5/2 വിച്ച് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5, അതായത് 144/5. സോ 140 28 പ്രാവശ്യം 5 ഡിവൈഡ് ചെയ്യും, 5 പോവും. ദെൻ ഇവിടെ റിമൈൻഡർ ഉള്ളത് 4 ആണ്, 4/5. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, 28 4/5 days. അടുത്ത ചോദ്യം, എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20, 30, 60 days റെസ്പെക്റ്റീവ്ലി. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു ദ വർക്ക് ഇഫ് ഹി ഈസ് അസിസ്റ്റഡ് ബൈ ബി ആൻഡ് സി എവറി 3rd day. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയും ബിയും സിയും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 20, 30, 60 ദിവസം കൊണ്ടാണ്. സോ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എ ഈ ഒരു വർക്ക് ചെയ്യുകയാണ്. അപ്പം എല്ലാ 3ാമത്തെ ദിവസവും ബിയും സിയും വന്ന് എയെ സഹായിക്കും. അങ്ങനെയെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഇതിൽ എത്ര ടോട്ടൽ വർക്ക് ഉണ്ടെന്ന് നോക്കാം. എ ബി സി. സോ എ ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 20 daysലാണ്, ബി 30 daysലാണ്, സി 60 daysലാണ്. സോ ഇതിൻ്റെ LCM 60 ആണ്. സോ ഇവിടെ എഫിഷ്യൻസി സിയുടെ എഫിഷ്യൻസി 1 ആണ്, ബിയുടെ എഫിഷ്യൻസി 2 ആണ്, എയുടെ എഫിഷ്യൻസി 3 ആണ്. സോ ഇനി പറയുന്നത് ടോട്ടൽ ഇവിടെ ഉള്ള വർക്ക് 60 യൂണിറ്റ് ആണ്. 60 യൂണിറ്റ് വർക്കാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഇനി ഫസ്റ്റ് ദിവസം എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, 3 വർക്ക് 1ാമത്തെ ദിവസം എടുത്തു. 2ാമത്തെ ദിവസം എ ആണ് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത്, 2ാമത്തെ ദിവസം 3 പണിയെടുത്തു. ദെൻ ഇനി 3ാമത്തെ ദിവസം ആര് വരുന്നുണ്ട്, സിയും ബിയും എയെ സഹായിക്കാൻ വരുന്നുണ്ട്. അപ്പം ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്, 1 + 2 3 ആണ്. ദെൻ എയും കൂടെ ഉണ്ട്. അപ്പം ആ ഒരു ദിവസം 6 പണി നടക്കും. സോ 3 ദിവസം കൊണ്ട് പണിയെടുക്കുന്നത് എത്രയാണ്, 12 വർക്ക് 3 ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട്. അതായത് 12 പണി 3 ദിവസം കൊണ്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ 60 പണി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും, 60 ഡിവൈഡ് ബൈ എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 60 × 3 ഡിവൈഡ് ബൈ 12. സോ നമുക്ക് കട്ട് ചെയ്യാം. 12 60 5 പ്രാവശ്യം ഉണ്ട്, 3 5 15. സോ 15 ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ മാൻ ക്യാൻ റോ 9 1/3 km/h in still water and finds that it takes him thrice as much time to row up than as to row down the same distance in the river. The speed of the current is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരാൾ ബോട്ടോ തോണി തുഴയാണ്. അപ്പം അയാളുടെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 9 1/3 km/h ആണ്. ദെൻ ഇവിടെ പറയുന്നുണ്ട് താഴോട്ട് പോകുന്നതിനേക്കാൾ 3 times കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് എങ്ങോട്ട്, മുകളിലോട്ട് തുഴയാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനൊരു കേസിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് അപ്സ്ട്രീം നമുക്ക് എന്താക്കി എടുക്കാം, അപ്സ്ട്രീം ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം സ്പീഡ് നമുക്ക് x km/h ആക്കി എടുക്കാം. ദെൻ ഡൗൺ സ്ട്രീം സ്പീഡ് 3x km/h ആണ്. ഇനി കറണ്ട്, അതായത് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ ഈസ് ഈക്വൽ ടു ½ × x + 3x. സോ ½ × 4x ആയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2x. സോ 2xൻ്റെ വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട്. 2x, അതായത് ഇവിടെ നമുക്ക് അറിയാം സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് തന്നിട്ടുണ്ട്. അതാണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ 2xൻ്റെ വാല്യൂ 9 1/3 ആണ്. സോ 9 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 27 1 28 28/3.
സോ ഇത് സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 28/6 28/6 എന്ന് വരും. സോ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. അപ്സ്ട്രീം സ്പീഡ് 14/3 km/h. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് 3x ആണ്. സോ 14/3 × 3, സോ 14. ഇനി നമ്മോട് കറണ്ടിൻ്റെ സ്പീഡാണ്. സോ സ്പീഡ് ഓഫ് കറണ്ട് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 14 - 14/3. സോ 14 - 14/3യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 28/3 ആണ്. സോ ഹാഫ് ഇൻറ്റു 28/3, 2ഉം 3ഉം 6 ആണ്. 28/6 വന്നു. സോ 24 എന്ന് പറയുന്നത് 4 പ്രാവശ്യം പോവും. 4 × 4/6 വരും. അതായത് 4 × 2/3. സോ 2/3 km/h ആണ് കറണ്ടിൻ്റെ സ്പീഡ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 10 km/h if it can travel 26 km downstream and 14 km upstream in the same time. The speed of the stream is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സ്പീഡ് ഓഫ് സ്ട്രീം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ വന്നിട്ടുള്ള കണ്ടീഷൻ നോക്കാം. ഈ ഒരു ബോട്ട് സ്റ്റിൽ വാട്ടറിൽ അതിൻ്റെ സ്പീഡ് 10 km/h ആണ്. സോ അത് ഡൗൺ സ്ട്രീമിൽ 26 കിലോമീറ്ററും അപ്പ് സ്ട്രീമിൽ 14 കിലോമീറ്ററും സെയിം ടൈം കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്ട്രീമിൻ്റെ സ്പീഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ സ്പീഡ് ഓഫ് സ്ട്രീം നമുക്ക് എക്സ് ആയിട്ട് പരിഗണിക്കാം. സോ ഇനി അപ്സ്ട്രീമിൻ്റെ സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത് ഇതിലാണ്. ഇവിടെ സ്റ്റിൽ വാട്ടറിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് 10 കിലോമീറ്റർ ആണ്. സോ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 10 - x km/h ആണ്. ഇനി സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം അത് 10 + x km/h ആണ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് സെയിം ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്പീഡിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈമിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് 26 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ്? ഡൗൺ സ്ട്രീമിലാണ്. സോ അവിടെ എടുക്കുന്ന സ്പീഡ് 10 + x ആണ് ഈക്വൽ ടു. ഇനി അപ്പ് സ്ട്രീമിൽ 14 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. സോ സ്പീഡ് 10 - x. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് സ്പീഡ് ഓഫ് സ്ട്രീം. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 26 × 10 - x ഈക്വൽ ടു 14 × 10 + x. സോ 260 - 26x ഈക്വൽ ടു 140 + 14x. സോ ഈ എക്സിൻ്റെ ടേമിനെല്ലാം ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോവുക. സോ ഇവിടെ -26 എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +26 ആയിട്ട് മാറും. ദെൻ ഈ ഒരു 140യെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് 260 - 140 വരും. 260 - 140 ഈക്വൽ ടു ഇതങ്ങോട്ട് പോകുമ്പം 40x ആയിട്ട് മാറും. സോ 260 - 140 എന്നത് 120 ആണ്. 120 ഈക്വൽ ടു 40x. സോ എക്സിൻ്റെ വാല്യൂ 120/40. സോ 3 km/h ആണ് ഈ ഒരു സ്ട്രീമിൻ്റെ സ്പീഡ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് എ സം ബീക്കംസ് ഡബിൾ ഇൻ 16 years, ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ് ബി ഇൻ 8 years? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു സമ്മ് 16 വർഷം കൊണ്ട് ഡബിൾ ചെയ്തു. അങ്ങനെയെങ്കിൽ 8 വർഷം കൊണ്ട് എത്ര ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. സോ നമുക്ക് ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ I = PNR/100 ആണ്. സോ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പൾ ഒരു 100 ആയിട്ട് നമുക്ക് പരിഗണിക്കാം. സോ 16 വർഷം കൊണ്ട് ഡബിൾ ആയിട്ടെന്നാണ് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് 100 ആണ്, പ്രിൻസിപ്പൾ 100 ആയി.
16 വർഷം കൊണ്ട് റേറ്റ് നമുക്കറിയത്തില്ല, ഡിവൈഡ് ബൈ 100. അതായത് നമ്മൾ ഇതിൻ്റെ റേറ്റ് കാണണം. റേറ്റ് കണ്ടതിന് ശേഷം 8 വർഷം കൊണ്ട് എത്രയായിരിക്കും എമൗണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കട്ട് ചെയ്യാം 100. സോ ഇനി R = റേറ്റ് ഇവിടുന്ന് കിട്ടും 100/16. 100/16 4 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100-ൽ 25 ഉണ്ട്. 25/4 ആണ് ഇതിൻ്റെ റേറ്റ്. സോ ഇനി ഇത് 8 വർഷം കൊണ്ട് എത്രയാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ I = P 100 ആണ് ഇൻറ്റു ഇവിടെ 8 ഇയർ പെർസെൻറ്റേജ് റേറ്റ് 25/4 ഇൻറ്റു 100. സോ ഇവിടെ കട്ട് ചെയ്യാം 2 വന്നു. സോ 8 വർഷം കൊണ്ടുണ്ടാവുന്ന ഇൻട്രസ്റ്റ് 50 ആണ്. സോ 8 വർഷം കൊണ്ട് എത്രയായിട്ട് മാറിയിട്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 50 + 100 ആണ്, 150 ആണ്. സോ ഈ ഒരു എമൗണ്ട് 8 വർഷം കൊണ്ട് 1/2 ടൈംസ് ആയിട്ട് മാറി. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് Rs 800 at 10% per annum compounded semi annually becomes Rs 926.10? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 800 രൂപ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സെമി ആനുവലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സെർട്ടൈൻ ടൈംസ് കഴിഞ്ഞപ്പോൾ അതിന് 926.10 രൂപ 10 രൂപ ലഭിച്ചു. അങ്ങനെയെങ്കിൽ ആ ലഭിച്ചിട്ടുള്ളത് എത്ര സമയം കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ഈ 800 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. സോ ഇവിടുത്തെ എമൗണ്ട് എ എന്ന് പറയുന്നത് 926.10. അതായത് ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 926.10 മൈനസ് 800. സോ 126.10 ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെമി ആനുവലി ആയിട്ടാണ്, അർദ്ധവാർഷികമായിട്ടാണ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% വെച്ചിട്ടാണ് കാൽക്കുലേറ്റ്. അപ്പോൾ ആദ്യത്തെ 6 മാസം 800-ൻ്റെ 5% എന്ന് പറയുന്നത് 40 ആണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ അടുത്ത 6 മാസം ഒരു 40 വന്നു, വീണ്ടും ഒരു 40 വന്നു. അങ്ങനെ 6 മാസം, അതായത് 1.5 വർഷം കൊണ്ട് 120 രൂപയായി സിമ്പിൾ ഇൻട്രസ്റ്റിൽ. സോ ഇവിടുത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് 126.10 ആണ്. സോ സ്വാഭാവികമായിട്ടും ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1.5 വർഷം കൊണ്ടാണ് ഇത്രയും പൈസ, അതായത് A = 926.10 ലഭിക്കുന്നത് 1.5 വർഷം കൊണ്ട്. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ലെങ്തി ആവും. സോ നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാം. അതായത് വർഷം ഇങ്ങനെ തരുമ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും ഒന്നും കൂടി നമുക്ക് ടൈം ലാഭിക്കാം നല്ലത്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A sells 2 TV sets, one at a loss of 15% and another at a profit of 15%. Find the loss or gain percentage in the overall transaction. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ 2 TV സെറ്റ്, ഒന്ന് 15% ലോസിനും മറ്റേത് 15% പ്രോഫിറ്റിനുമാണ് വിൽക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ പിന്നെ മൊത്തമായിട്ട് ഇയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരേ പെർസെൻറ്റേജ് ലാഭവും ഒരേ പെർസെൻറ്റേജ് നഷ്ടവും വരുമ്പം ഈ ഒരു ഓവറോൾ ട്രാൻസാക്ഷനിൽ മൊത്തമായിട്ട് എന്ത് തന്നെ വരിക, നഷ്ടമായിരിക്കും വരിക. സോ ഈ ഒരു നഷ്ടം കാണാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. x²/100. അതായത് എക്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണോ ഇവിടെ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാം. 15² ഡിവൈഡഡ് ബൈ 100. സോ 15ൻ്റെ സ്ക്വയർ 225 ഡിവൈഡഡ് ബൈ 100. സോ 2.25% എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ ഒരു AFCAT സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റി നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു എക്സാം പേപ്പറുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.